ഇന്ന് നമുക്ക് തേങ്ങ വറുത്തരച്ച മീൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 1/2 കിലോ മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് വലിയ സൈസായിട്ട് കട്ട് ചെയ്ത് വെക്കണം. പിന്നെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 2 മീഡിയം സൈസിലെ ചെറിയുള്ളി ഇതുപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ശകലം കറിവേപ്പില വേണം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കണം. പിന്നെ ഞാൻ ചെറിയ ഉള്ളി കുറച്ച് എടുത്തിട്ടുണ്ട്. ഒരു 12 മീഡിയം സൈസിലെ ചുമന്നുള്ളി, അത് ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് വെക്കണം, കനം കുറച്ച്. പിന്നെ 4 പച്ചമുളക് ഇതുപോലെ ഒന്ന് 2ആയിട്ട് കീറി വെക്കണം. പിന്നെ ശകലം ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. ഞാനൊരു മീഡിയം സൈസിൽ 5 വെളുത്തുള്ളി, പിന്നെ 1 ഇഞ്ച് സൈസിൻ്റെ ഒരു പീസ് ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ച് വെച്ചേക്കുക. ചതയ്ക്കുമ്പോൾ ഒരുപാട് ചതയ്ക്കണ്ട, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി, ശകലം ഒന്ന് ചതച്ചെടുത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. ഒരു ചെറിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. പിന്നെ ഞാനിവിടെ 3 കുടംപുളി എടുത്തിട്ടുണ്ട്, തോട്ടുപുളി. അത് നല്ലതായിട്ടൊന്ന് കഴുകണം. ഈ തോട്ടുപുളിയുടെ കവർപ്പൊക്കെ ഒന്ന് പോകണം. അതുപോലെ നല്ലതായിട്ട് വാഷ് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കണം. പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഓരോ പുളിക്കും പുളി വ്യത്യാസമായിരിക്കും. ഇനി നമുക്ക് ഈ തേങ്ങയും ഉള്ളിയെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കണം. ചൂടായി കഴിയുമ്പോൾ ഈ തേങ്ങയും ഉള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കണം. ഇനി ഇത് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യമേ ഒരു ഫുൾ ഫ്ലെയിമിൽ വെച്ചേരെ, പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കാം, പിന്നെ അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലാക്കാം. ഈ തേങ്ങയുടെ മൂപ്പ് അനുസരിച്ച് നമുക്ക് ഫ്ലെയിമിൽ വ്യത്യാസപ്പെടുത്തി കൊടുത്താൽ മതി. ആദ്യമേ അങ്ങ് തീ കുറച്ച് വെച്ചാൽ ഒരുപാട് സമയമാകും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ കണ്ടോ, തേങ്ങയുടെ നിറമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം മീഡിയത്തിലോട്ടാക്കണം. മീഡിയത്തിൽ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ കുറച്ചൊരു മഞ്ഞ നിറമായിട്ടുണ്ട്. ഇനി ഒന്ന് ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ. ഇപ്പോൾ ഇത് കുറച്ചൊരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇത്രയും പോരാ, കുറച്ചും കൂടെ ഒരു ബ്രൗൺ ആവണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഞാനിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഈ പൊടി എല്ലാം കൂടെ ചേർന്ന് കുറച്ചും കൂടെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടേക്കുന്നത്. ഈ ലോ ഫ്ലെയിമിൽ തന്നെ തീ ഇട്ടേക്കണം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കണം. നമ്മുടെ എരിവുള്ള മുളക് പൊടിയും പിന്നെ പിരിയം മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്താൽ ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തേക്കുന്നത്. പിന്നെ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മതി, ഒരുപാട് വേണ്ട. അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഒരുപാട് വേണ്ട. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ഇത്. ഇനി ഇത് ആ ലോ ഫ്ലെയിമിൽ തന്നെ കുറച്ച് നേരം ഒന്ന് ഇളക്കണം. ഈ പൊടിയെല്ലാം ഒന്ന് നല്ലതായിട്ട് മൂത്ത് വരണം. അതുപോലെ തേങ്ങ കുറച്ചും കൂടെ ഒന്ന് മൂക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്ന മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അതിന് ഭയങ്കര എരിവായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് 1.5 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെ നിങ്ങൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ പൊടിയെല്ലാം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ശകല നേരം കൂടെ ഒന്ന് ഇളക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ആറാൻ വെക്കണം. ആറി കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് നല്ലതായിട്ട് അരച്ചെടുക്കണം. ഈ ഒരു മീൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. മീൻ കറിയൊക്കെ വെക്കാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരുപാട് വേണ്ട, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതി. ഇപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. കൂട്ടത്തിൽ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി. ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ ചതയ്ക്കാവും, ഒരുപാട് ചതയ്ക്കണ്ട. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ഉള്ളിയെല്ലാം കൂടെ കുറച്ചൊന്ന് വഴലണം. ഒരുപാട് അങ്ങ് ബ്രൗൺ നിറമൊന്നും ആകണ്ട, കുറച്ചൊന്ന് വഴന്ന് നിറമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങിയാൽ മതി. അതുവരെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഈ ഉള്ളിയെല്ലാം ഒന്ന് കണ്ടോ, നിറമൊക്കെ ഒന്ന് മാറി കുറച്ചൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഈ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. ഈ തക്കാളിയൊക്കെ നല്ലതായിട്ട് വഴലണം. ഇപ്പോൾ ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇത്രയും മതി. ഈ ഇറച്ചിക്കറിക്കൊക്കെ എടുക്കുന്ന പോലെ ഒരുപാട് വേണ്ട. മീൻ കറിക്ക് കുറച്ചെടുത്താൽ മതി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ, അതാ ടേസ്റ്റ്. അപ്പോൾ തക്കാളി വഴലുന്ന സമയത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതായിട്ട് ആറിയിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം വേണ്ട. ഇത് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ തക്കാളിയൊക്കെ കൊണ്ടോ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ മിക്സിയുടെ ജാറ് ശകലം വെള്ളത്തിൽ കഴുകി അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ഇതിലോട്ട് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നമ്മൾ മിക്സിയുടെ ജാറ് കഴുകി ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നു. പിന്നെ ഈ 1.5 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിലോട്ട്
ഈ കഴുകി വെച്ചേക്കുന്ന പുളിയെല്ലാം ഇട്ട് കൊടുക്കണം. ഇതുപോലെ ചെറുതായിട്ട് കീറി ഇട്ടേക്കുന്ന പുളി വേണം. പിന്നെ ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഇതൊന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ ഇവിടെ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കണം. എന്നിട്ട് ഇതൊരു 5-6 മിനിറ്റ് തിളക്കട്ടെ. ഇതിലെ പുളിയെല്ലാം ഒന്ന് നല്ലതായിട്ട് ഇറങ്ങണം. അതുവരെ ഒന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ ഇവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ 5-6 മിനിറ്റായിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ കണ്ടോ, ചാറൊക്കെ കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഈ മീൻ കഷ്ണമെല്ലാം ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. എല്ലാം ഒന്ന് ലെവലായി കിട്ടാൻ വേണ്ടി. പിന്നെ ഏതെങ്കിലും കഷ്ണം ഇതുപോലെ പൊങ്ങിയിരിക്കുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് തവി കൊണ്ടൊന്ന് താത്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് കൊടുക്കണം. സ്പൂണൊന്നും ഇട്ട് ഇളക്കരുത് മീൻ കറിക്കകത്തോട്ട്. ഇതുപോലെ ചുറ്റിച്ചെടുക്കണം. തിരിച്ചും അടച്ചു വെച്ച് വേവിക്കണം. ഇതിപ്പോൾ നമ്മൾ അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. മീൻ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. പക്ഷേ ചാറ് കണ്ടോ, ശകലം കൂടെ ഒന്ന് കുറുകാനുണ്ട്. അപ്പോൾ ഇച്ചിരി നേരം കൂടെ ഒന്ന് ആയാൽ മതി. അപ്പോൾ ഇനി നമ്മൾ അടച്ചു വെക്കണ്ട. ഓപ്പണിൽ ഇതേപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരു ശകലം നേരം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അടച്ചു വെച്ചാൽ കഷ്ണം അങ്ങ് ഒരുപാട് വെന്ത് പോകും. അപ്പം ഇതൊരു ലോ ഫ്ലെയിമിൻ്റെ മീഡിയത്തിൻ്റെ ഇടയിലിട്ട് ഇതേപോലെ ഒന്ന് തുറന്ന് ശകലം ചാറൊന്ന് കുറുകിയ പരുവാക്കി എടുക്കണം. ഇതിപ്പോൾ ഞാൻ ഓപ്പണിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചാറൊക്കെ കറക്റ്റ് പരുവായിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കണം. ഈ സമയത്ത് ഇതിലോട്ട് കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ ഒരു ടീസ്പൂൺ വരുന്ന പോലെ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം. ഒരുപാട് വേണ്ട, 1 ടീസ്പൂൺ മതി. എന്നിട്ട് ഇതൊന്ന് നല്ലതായിട്ട് ചുറ്റിച്ച് കൊടുക്കണം. ഈ വെളിച്ചെണ്ണയൊക്കെ എല്ലായിടും ഒന്ന് സ്പ്രെഡ് ആകണം. ഇപ്പോൾ ഈ ലാസ്റ്റിൽ ഒഴിച്ച വെളിച്ചെണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. ഇതുപോലെ ഒന്ന് നല്ലതായിട്ട് ചുറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് ചാറൊക്കെ. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ കമൻറ്റൊക്കെ അയക്കണേ. താങ്ക്